ഹായ്, ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ നിരാശാകരമായിട്ടുള്ളൊരു പ്രൊമോയാണ് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ബിഗ് ബോസ് സീസൺ 7 താൽക്കാലികമായി നിർത്തിവെക്കാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ പ്രൊമോയിൽ കൂടിയാണ് നമ്മളും ഈ വിവരം അറിയുന്നത്. പക്ഷേ അതിനിപ്പോൾ അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഇനി യാതൊരു കണ്ടൻറ്റും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല. അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു കണ്ടൻറ്റും ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെൻറ്റും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സീസൺ നിർത്തിവെക്കാൻ തരത്തിലുള്ള യാതൊരു റീസണും ഇപ്പം നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. മുൻപ് അങ്ങനൊരു റീസൺ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇതുപോലെ പകുതിക്ക് വെച്ചൊരു ബിഗ് ബോസ് സീസൺ 4 ആണെന്ന് തോന്നുന്നു നിർത്തിവെച്ചു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കോവിഡ് ആയിരുന്നു. കൊറോണ വന്ന സമയത്താണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാമൂഹിക പ്രോബ്ലം പരിഗണിച്ചിട്ട് അവർ സീസൺ നിർത്തിവെച്ചു. ആ സീസണിൽ വിജയിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് പകുതി വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരെയും തിരിച്ച് വീടുകളിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലൊരു പ്രശ്നം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നില്ല. ഒരു സോഷ്യൽ പ്രശ്നം, അതായത് ഒരു വലിയൊരു വിപത്തോ അങ്ങനെയൊന്നും നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഫ്ലഡോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ആരും എൻ്റർടൈൻ ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് നിർത്തിവെക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇത് അതിനകത്തുള്ളൊരു കണ്ടന്റ് ക്രിയേഷൻ മാത്രമാണെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിർത്തിവെക്കുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് എല്ലാവരുടെയും മുഖത്ത് പരിഭ്രമവും ഒക്കെ വരുന്നുണ്ട്. കാരണം അവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അവരൊരിക്കലും ആക്ട് ചെയ്യുന്നതല്ല. അവരുടെ റിയാക്ഷനൊക്കെ ജെന്യൂനാണ്. കാരണം പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് അവർക്കറിയാൻ പറ്റുന്നില്ല. അവർക്ക് ആ വീടാണ് അവരുടെ ലോകം ഈ കുറേ നാളത്തേക്ക്. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കാം. പക്ഷേ വ്യക്തമായിട്ട് ബിഗ് ബോസിനെ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് യാതൊരു കണ്ടന്റും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അത്യാവശ്യം അതൊക്കെ വെറുതെയാണ്. അവിടെ അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയ എന്തോ പ്ലാൻ ആണ്. ബിഗ് ബോസ് ഈസ് കുക്കിംഗ് സംതിങ് റിയലി ബിഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തോ അവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും വലിയൊരു ഷോ, അതും കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് പോപ്പുലറായിട്ടാണ് ഇത്തവണ സീസൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം കഴിഞ്ഞ തവണത്തെ സീസൺ ഞാൻ പലതവണയും കാണാനിരുന്നിട്ടും എനിക്കതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു കണ്ടസ്റ്റൻസ് അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ്. അതിനകത്ത് ജാസ്മിനൊക്കെ മാത്രമാണ് കുറച്ച് കാക്കാന്ന് വിളിച്ചുകൊണ്ട് നടക്കുക, ജിൻഡോ കാക്കാന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആ വിളിയൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ആരുമില്ല. എന്നാൽ പല സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസൊക്കെ ഉള്ള സീസണായിരുന്നു. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ, അതുപോലെ തന്നെ നമ്മുടെ സിജോ, അങ്ങനെ കുറേ പേരൊക്കെ ഉള്ളൊരു സീസൺ ആയിരുന്നു. ബട്ട് എന്തോ അതൊരു പെർഫെക്റ്റ് സീസണായിട്ട് തോന്നിയില്ല. ഈവൻ ജിൻഡോ ഒക്കെ അതിൽ സമ്മാനം കിട്ടിയെങ്കിൽ പോലും അങ്ങനെ ഒരു അർഹിക്കുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീസണായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. അതിന് മുന്നത്തെ സീസൺ അഖിൽ മാരാറും ശോഭാ വിശ്വനാഥും ഒക്കെ ഉണ്ടായിരുന്ന സീസൺ വളരെ മനോഹരമായിട്ട് തോന്നി. പ്രത്യേകിച്ച് അവസാന എപ്പിസോഡിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, രസകരമായിരുന്നു, ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന ഒരു ഷോ ആണ്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ വരുന്ന ഒരു സമയം, ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലീസ് വരുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിരുന്നു. എസ്പെഷ്യലി ഒരു പാട്ടുണ്ടായിരുന്നു അഖിൽ മാരാറിൻ്റെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത്. അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവങ്ങളായിരുന്നു. അത്രത്തോളം ഇല്ലെങ്കിൽ പോലും കുറച്ച് അധികം എൻ്റർടൈൻമെൻറ്റ് ഇപ്പം വരുന്നുണ്ട്. രസകരമായിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും വെറുതെ ഒരു ഡയലോഗ് ആവാനാണ് ചാൻസ്. നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ലൈവ് നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല. എന്തായാലും നമുക്ക് കാണാം, അല്ലെങ്കിൽ കണ്ടറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. വരും എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാവും. നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.